ഇന്നുണ്ടാക്കുന്നത് പാവ് ഭാജി മസാലയാണ്. അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ അരിഞ്ഞ് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ഇത്തിരി ഉപ്പും ചേർത്ത് അതിലൊന്ന് വിസിലടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ക്യാരറ്റ്, പൊട്ടറ്റോ, കാബേജ്, കോളിഫ്ലവർ ഇതൊക്കെയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് കുറച്ചൊരു 3-4 ചെറിയ ടൊമാറ്റോ ഇതെടുത്തത്. ഒരു 4-5 ടൊമാറ്റോ ഞാനിങ്ങനെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ പ്യൂരിക്ക്. വെജിറ്റബിൾസ് എല്ലാം വെന്തു. ഞാനതൊരു വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഒരു സ്മാഷറും കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ചിലപ്പം ഞാനത് മിക്സിയിൽ അടിച്ചെടുക്കും, കാരണം ഈ പിള്ളേർ വെജിറ്റബിൾസ് കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ പാവ് ഭാജി ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഒട്ടും വെജിറ്റബിൾ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. ഇന്ന് പക്ഷേ ഇങ്ങനെ ഞാനൊരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ സ്മാഷറും കൊണ്ട് സ്മാഷ് ചെയ്തെടുക്കുമായിരുന്നേ. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. സാധാരണ നമ്മൾ വെളിയിൽ നിന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ അവരിങ്ങനെ ഇത്രയും അങ്ങ് സ്മാഷ് ചെയ്യത്തില്ലേ. അപ്പം ഞാനൊരു ചട്ടി വെച്ച് അതിലേക്ക് നിങ്ങൾക്ക് ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 2-3 മീഡിയം സൈസിലെ സവാള ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മട്ടർ ഞാൻ ഇങ്ങനെ ചേർക്കുക. മട്ടർ ഞാൻ കുക്കറിൽ വേവിച്ചില്ല, കാരണം ഇവിടുത്തെ ഇളയാൾക്ക് ഈ മട്ടർ ഇങ്ങനെ മുഴുവനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇച്ചിരി പൊടികൾ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നമ്മളിതിൽ മെയിനായിട്ട് ചേർക്കുന്നത് നമ്മുടെ പാവ് ഭാജി മസാലയാണ്. അത് ഒരു 1.5-2 ടേബിൾ സ്പൂണോളം അതുകൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലകളുടെ പച്ചമണം പോകുന്നിടം വരെ ഞാനിതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്ത് കുക്കറിലെ ആ വെജിറ്റബിൾസിൻ്റെ വെള്ളം കുറച്ച് ഇരിപ്പുണ്ട്, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൽ ഒഴിക്കാൻ വേണേ. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നുണ്ടേ അതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാൻ വെജിറ്റബിളിൽ ഇച്ചിരി ഉപ്പ് ചേർത്താൽ വേവിച്ച്, എന്നാൽ ഞാനൊരു ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഈ ടൊമാറ്റോ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നിടം വരെ, ആ പച്ചമണമൊക്കെ ടൊമാറ്റോയുടെ പച്ചമണമൊക്കെ പോകുന്നിടം വരെ ഒന്ന് നമുക്കിതുപോലൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ മസാലയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച ആ വെജിറ്റബിൾസ് എല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അങ്ങ് ഉടച്ച് കൊടുക്കണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേയും കൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നമ്മുടെ പാവ് ഭാജിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ ഇതായിരുന്നേ.